ഡോക്ടർ എബി എബ്രഹാം, ഇപ്പോൾ ഇതിനിപ്പോൾ സാധാരണ ഇപ്പോൾ ടെസ്റ്റുകൾ തന്നെ മതിയോ ഈ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ച അല്ലെങ്കിൽ അത്തരം ഒരു അഫക്റ്റ് ചെയ്യുമ്പോൾ സാധാരണ ടെസ്റ്റുകളിലൂടെ അത് കണ്ടെത്താൻ കഴിയുമോ? ടെസ്റ്റുകളുടെ ഒരു പ്രൊസീജിയറെ കുറിച്ച് ഒന്ന് ലളിതമായി ഒന്ന് പറയാമോ? ടെസ്റ്റിംഗ് ഇപ്പം ചെയ്യുന്നത് തന്നെ ന്യൂ സ്ട്രെയിൻ വന്നത് ചെക്ക് ചെയ്യാനായിട്ടുള്ള ടെക്നോളജി വന്നിട്ടുണ്ട്. The methodology is the same. മൂക്കിന്ന് നേസൽ സ്വാബ് ആണ് എടുക്കുന്നത്, ത്രോട്ട് സ്വാബ് ആണ് എടുക്കുന്നത്. ഈ ഡോക്ടർ സതീഷ് പറഞ്ഞ ഈ വൈറസിന്റെ നേരത്തെ ഇൻഫെക്ഷൻ വന്നിട്ട് ആന്റിബോഡീസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുന്നത് ബ്ലഡിനകത്തു നിന്നാണ്. അപ്പം ബ്ലഡിനകത്ത് ആന്റിബോഡീസ് ഉണ്ടെങ്കിൽ, നേരത്തെ ഒരു ഇൻഫെക്ഷൻ വന്ന ഒരാളാണെങ്കിൽ വാക്സിൻ എടുക്കണോ വേണ്ട എന്നുള്ള ഒരു ചോദ്യം ഉണ്ട്. എനിക്ക് കോവിഡ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പം വാക്സിനേഷൻ ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ അതിന് പല ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ഉള്ളതുകൊണ്ട് ഞാനിത് വെയിറ്റ് ചെയ്യുന്നത്. വാക്സിനേഷൻ എടുക്കണോ വേണ്ട എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് ടു ടേക്ക് ദി ആന്റിബോഡി ടൈറ്റർ. അപ്പൊ ആന്റിബോഡി ലെവൽ എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് പുതിയ വാക്സിൻ എടുക്കാം. ആന്റിബോഡി നല്ലതായിട്ട് ഉണ്ടെങ്കിൽ വാക്സിനേഷൻ വേണോ വേണ്ട എന്നുള്ള ചോദ്യം ഇരിക്കുന്നു. ആന്റിബോഡി ടൈറ്റർ ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ദ വാക്സിൻ ഷുഡ് ബി ടേക്കൺ. അപ്പം ആസ് ഓഫ് നൗ ദി അണ്ടർസ്റ്റാൻഡിങ് ഈസ് വലിയ രീതിയിലുള്ള ഇൻഫെക്ഷൻ വരാത്തവർക്ക് വലിയ രീതിയിലുള്ള ആന്റിബോഡി ടൈറ്ററും കാണത്തില്ല. മൈൽഡ് ഇൻഫെക്ഷൻസ് ആയിട്ടൊക്കെ വരുന്ന ഒത്തിരി പേരുണ്ട്. ഒരു സിംറ്റവും ഇല്ലാത്ത ജസ്റ്റ് ചെക്ക് ചെയ്തപ്പം പോസിറ്റീവായിട്ട് കണ്ട ആൾക്കാർ ഒത്തിരി ഉണ്ട്. ഇവരുടെയൊക്കെ ആന്റിബോഡി ലെവൽസ് മേ നോട്ട് ബി വെരി ഹൈ. അപ്പൊ അവർക്ക് കുറച്ചാൾ കഴിഞ്ഞിട്ട് റീ ഇൻഫെക്ഷൻ വരാനൊരു ചാൻസ് തിയറിറ്റിക്കലി ഉണ്ട്. ഇപ്പോ നിലവിലെ വി സേ 3 to 6 months ഇമ്മ്യൂണിറ്റി കുറച്ചൊക്കെ കാണുമെന്ന്. പക്ഷെ ഈ വൈറസ് ഇങ്ങനെ മ്യൂട്ടേറ്റ് ചെയ്യുമ്പം അത് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. അതിന്റെ ഇൻഫെക്ടിവിറ്റി കൂടുതലാണെങ്കിൽ അതിന്റെ സിവിയറിറ്റി ഇപ്പോ പറയുന്നത് ഒത്തിരി കൂടുതലായിരിക്കത്തില്ലെന്ന. സോ ദാറ്റ് ഈസ് ആക്ച്വലി സം ഗുഡ് ന്യൂസ്. ഇപ്പം ഇൻഫെക്ഷനോട് കൂടുതലാണെങ്കിൽ then we will be in trouble. So as of now we don't need to worry the general public that the infection ഇനി അടുത്ത ഒരു വൈറസ് പുതിയ സ്ട്രെയിൻ വരുന്നത് പുതിയ വൈറസ് ആണെന്ന് തന്നെയാണ് ആണോ എന്നാണ് ചിലർ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. വൈറസ് പുതിയതല്ല, അതിന്റെ ഷേപ്പ് ഇച്ചിരി മാറിയെന്നേ ഉള്ളൂ. അപ്പൊ അത് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. പക്ഷെ അത് കൂടുതൽ ദോഷം ചെയ്യുന്നില്ല എന്നുള്ള അറിവാണ് ഇപ്പോഴത്തെ അറിവ്. പക്ഷെ ഈ അറിവ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, അതാണ് ഈ ഒരു പാൻഡമിക്കിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഈ അറിവ് മാറുമ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിലും ഇങ്ങനത്തെ വേദികളിലും ഒക്കെ ഒത്തിരി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞ് പീപ്പിൾ ആർ ഗെറ്റിംഗ് കൺഫ്യൂസ്ഡ്. ദർ ഇസ് എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ ആസ് സച്ച് ബിക്കോസ് ഈ വൈറസിനെ പറ്റി പഠിച്ചു വരുന്നതേ ഉള്ളൂ. ടെസ്റ്റ് ചെയ്യുന്നത് പുതിയ വൈറസിന്റെ മ്യൂട്ടന്റ് സ്ട്രെയിൻസ് ടെസ്റ്റ് ചെയ്യാനുള്ള ടെക്നോളജി ഉണ്ട്, അത് ചെയ്യുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. ഇവിടെ എസ്പെഷ്യലി പീപ്പിൾ കമ്മിങ് ഫ്രോം ഹൈ സസ്പെക്ട്സ് കൺട്രീസ് ലൈക്ക് UK ഫോർ എക്സാമ്പിൾ. ഇന്നത്തെ ന്യൂസിനകത്ത് തന്നെ ഞാൻ വായിച്ചു 1400 പേര് ഫ്രം UK who reached Bangalore were tested for this new strain of virus. അപ്പം ഇത് ഇന്ത്യയിലോട്ട് വരാതിരിക്കാനായിട്ട് they are doing their best to check. അപ്പം അത് ബാംഗ്ലൂരിൽ UK വരുന്ന ആൾക്കാരെ ചെക്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞ ഒരു ന്യൂസ് ഞാൻ വായിച്ചു. So that is something that is there in the background. അത് എല്ലാവരും ചെയ്യണോ വേണ്ട എന്നൊക്കെ വരുന്ന ദിവസങ്ങളിൽ മനസ്സിലാവും. ആസ് ഓഫ് നൗ നമ്മുടെ ജോലി മെയിൻറ്റെയിൻ സോഷ്യൽ ഡിസ്റ്റൻസിങ് ആസ് മച്ച് ആസ് പോസിബിൾ, യൂസ് ദ ഫേസ് മാസ്ക് ആൻഡ് ദി ഗ്ലവ്സ് ആൻഡ് യൂസ് യുവർ കോമൺ സെൻസ്. ഐ ഹാവ് സീൻ ഈ പബ്ലിക് ഏരിയസിലൊക്കെ നമ്മൾ ഒരു കൺട്രോളും ഇല്ലാതെ ഇങ്ങനെ അങ്ങ് പോകുന്നതാണ്. ദാറ്റ് ഇസ് പ്രോബ്ലി the last thing we should do. അപ്പം use a little bit of common sense to avoid gatherings as much as possible. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് ആബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ് ഇന്നത്തെ കാലത്ത്. ഈ വാക്സിനേഷൻ വരുന്നതിന് മുമ്പ് തന്നെ how much ever you can prevent yourself from getting an infection is far better than the medication. Actually there's no medicines. പലരും എന്നെ വിളിക്കും കോവിഡ് പോസിറ്റീവ് സാറേ എന്തോ മരുന്ന് എടുക്കേണ്ടതാണ്. അപ്പം നമ്മള് മരുന്ന് കൊടുക്കും അവരുടെ ഒരു സമാധാനത്തിന്. പക്ഷെ the truth is there is really no specific medicine. അപ്പം പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പണ്ടത്തെ ആ സ്റ്റേറ്റ്മെന്റ് ഇന്നും വാലിഡ് ആണ്. നമ്മള് വാക്സിനേഷൻ വന്ന സ്ഥിതിക്ക് വാക്സിനേഷൻ എടുക്കണം എന്നാണ് എന്റെയും ചിന്ത.
എന്റെയും താല്പര്യം. I am also in the same view because we do not have anything else to offer. This is the best that we have to offer, and it is going to do more good than harm. So why not go for it? അപ്പം ഈ ടെസ്റ്റിങ്ങിന്റെ കാര്യം ആണല്ലോ ചോദിച്ചത്. ടെസ്റ്റിംഗ് ഉണ്ട്, പക്ഷെ നമ്മളിപ്പം സ്പെഷ്യലൈസ്ഡ് ട്രെയിനിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റിങ് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. പക്ഷെ പല രാജ്യങ്ങളിലും ഈ ഹൈ സസ്പെക്ട് കൺട്രീസിൽ നിന്ന് വരുന്ന പാസഞ്ചേഴ്സിനെ ഒക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ ചെയ്തെന്ന് ഞാൻ പറഞ്ഞല്ലോ, ബോംബെയിലുണ്ട്. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചില കൺട്രീസിൽ ഇങ്ങനത്തെ പുതിയ സ്ട്രെയിൻ വൈറസിനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വരുന്നുണ്ട്. കാര്യം അത്തരം ആശങ്കകൾ പലരും പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന പോലെ ആന്റിജൻ ടെസ്റ്റും ഇതൊക്കെ ചെയ്താലും ഈ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ച ഈ ഒരു വൈറസിനെ കണ്ടെത്താൻ കഴിയുമോ എന്നൊക്കെ ഒരു ആശങ്ക സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പലരും പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. ഇത് കുറച്ചൊക്കെ അങ്ങ് പാനിക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദർ ഇസ് നോ മെഡിസിൻ സ്പെസിഫിക്കലി. സോ എല്ലാവരും ഇത് പോയി ചെക്ക് ചെയ്യണമെന്ന് അങ്ങനൊന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് അതിനെപ്പറ്റി let us go with the flow and let us keep ourselves as much as protected as we can with our general common sense and all these this social distancing and using gloves and masks and sanitizers whenever possible. ശരി, ശ്രീ നസീർ, ഇവിടെ ഇപ്പോൾ മറ്റൊരു പ്രോബ്ലം കൂടി ഉണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു പ്രവാസ ലോകത്ത് അത്രയേറെ അരക്ഷിതാവസ്ഥ നേരിടുന്ന വലിയൊരു വിഭാഗമുണ്ട്. ഒട്ടേറെ പേർക്ക് തൊഴിൽ നഷ്ടമായി നാട്ടിൽ വരേണ്ടി വന്നു. പലരുടെയും ശമ്പളം വളരെ വലിയ രീതിയിൽ വെട്ടിക്കുറച്ചു. അങ്ങനെ പലരും നാട്ടിൽ വന്നവരുണ്ട്. വിസ കാലാവധി കഴിഞ്ഞിട്ട് തിരിച്ചങ്ങോട്ട് വരാൻ പറ്റാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. പല അതിർത്തികളും അടച്ച ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് കുറച്ചുകൂടി ഈ ഒരു പ്രശ്നങ്ങൾ സങ്കീർണമാക്കുകയാണ്. അത്തരക്കാരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യം സ്വാഭാവികമായിട്ടും താങ്കൾ ഒട്ടേറെ ആൾക്കാരുമായി സംവദിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും കിട്ടുന്ന അത്തരത്തിലുള്ള ഒരു സങ്കടങ്ങൾ, ആ ഒരു അവസ്ഥ അതെങ്ങനെയാണ്? തീർച്ചയായും. കാരണം നമുക്ക് അറിയാം, അതിപ്പോ ഈ കഴിഞ്ഞപ്പോ 10 മാസമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കോവിഡ് വന്നപ്പോ തന്നെ ഇപ്പൊ 3-4 മാസം തന്നെ ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു 3 മാസത്തിലൂടെ ലോക്ക്ഡൌൺ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ പല രീതിയിലും ജീവിക്കുന്നവരാണല്ലോ. ഇപ്പൊ ബിസിനസ് ആവട്ടെ, അതല്ലെങ്കിൽ മറ്റുള്ള ഇപ്പൊ ഒരുപാട് പല രീതിയിലും ജോലി ചെയ്യുന്നവരാണ് അവരെല്ലാരും. ഒരുപാട് പേര് ബുദ്ധിമുട്ടിയിൽ തന്നെ ഇപ്പൊ ഒരുപാട് പേര് ബിസിനസ് തന്നെ തകർന്നിട്ടുണ്ട്. സത്യത്തിൽ തകർന്നു പോയിട്ടുണ്ട്. ഒരുപാട് പേരോട് ലീവിൽ പൊയ്ക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം എയർപോർട്ടിലായാലും മറ്റുള്ളവർത്തായാലും ഒക്കെ പോയിരിക്കാനാണ്. ഇപ്പൊ അവരൊക്കെ ഇപ്പൊ തിരിച്ചു വരേണ്ടതും പിന്നെ ഒരുപാട് പേരുടെ ഇവിടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ്. അതൊക്കെ തിരിച്ചൊന്നും എടുക്കാനുള്ള ഒരു രീതിയിലാണ് ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ ലോക്ക്ഡൌൺ ഒക്കെ ഇനി പാടില്ല, പഴയ രീതിയിലേക്ക് തന്നെ ഈ ഗവൺമെന്റ് തിരിച്ചു കൊണ്ടുവരാനാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇതിൽ തന്നെ നമ്മളിതിൽ തന്നെ ജന ടി വി തന്നെ ഒന്നും പറഞ്ഞത് നമ്മുടെ ഈ കലാകാരന്മാരൊക്കെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. കാരണം ഈ ഒരു അവസ്ഥയിലൊക്കെ ഇവിടെ എത്രയോ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു പോകേണ്ടതായിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ ജനത്തിൽ തന്നെ വന്നിട്ടാണ് കേരള ഗവൺമെന്റ് ഒക്കെ അവർക്കെതിരെ ഇപ്പൊ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തോന്നുന്നു. ഞാൻ ആ വാർത്തയിൽ കണ്ടിരുന്നു. അപ്പൊ ഈ ഒരുപാട് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും കഴിഞ്ഞവരാണ്. ഒരുപാട് പേരെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും അതില് കരകയറാൻ പറ്റാത്ത, എനിക്ക് തോന്നുന്നു ഒരു ഫാമിലിയിൽ തന്നെ ഭാര്യയും ഭർത്താവും ഒക്കെ ഉള്ളവരെ എയർപോർട്ടിലൊക്കെ ഒരുപാട് പേര് ജോലി ഉണ്ടായിരുന്നു. അവരൊക്കെ ജോലി പോയിട്ടുണ്ട്. ഒരുപാട് പേര് തിരിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് പേരെ പകുതി ശമ്പളം കുറച്ചിട്ടുണ്ട്. ഇപ്പൊ അതിനൊന്നും കര കയറിയിട്ടില്ല. അതിലേക്കൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. കാരണം ആ ഒരു രീതിയിലാണ് ഇപ്പൊ മാക്സിമം ഗവൺമെന്റ് ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും തിരിച്ചെടുപ്പിക്കലാണ്. നമ്മളെല്ലാം ഇപ്പൊ ഒരു വലിയൊരു യുദ്ധം കഴിഞ്ഞു ഇങ്ങനെ അതിലേക്ക് തന്നെ തിരിച്ചിങ്ങനെ ഇതായി വരുന്നു. അപ്പൊ എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും തിരിച്ചു വരും. പറഞ്ഞ പോലെ ആരും പേടിക്കാതെ മനസ്സിനൊക്കെ ധൈര്യം കൊടുക്കുക. ധൈര്യം കൊടുത്ത് നമ്മൾ പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിലും നമ്മൾ തന്നെയാണ് നമ്മളത് ഉയർത്തി കൊണ്ടുവരേണ്ടത്. നമ്മുടെ ധൈര്യമാണ്. നമ്മുടെ മനസ്സിന് നമ്മൾ ഉറപ്പ് കൊടുക്കണം. നമ്മൾ തളർന്നിട്ടില്ല, അല്ലെങ്കിൽ തളർന്നു പോകൂല. ഇതെല്ലാം ഇനിയിപ്പോ അടുത്ത് തന്നെ വന്നാൽ തന്നെ നമ്മൾ അതിനൊക്കെ നേരിടും. അതിനായിട്ട് ഇപ്പൊ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇവര് പറയുന്ന പോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ളത് പേടിപ്പിക്കണമല്ലോ ഒരിക്കലും. പക്ഷെ നമ്മള് ഇപ്പൊ ഹെൽത്ത് എന്താണോ പറയുന്നത്, ഗവൺമെന്റ് എന്താണോ പറയുന്നത്, അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യണം. കാരണം ഒരു രീതിയിലും അതിനൊരു എക്സ്ക്യൂസും കൊടുക്കരുത്. ഞാൻ ഉൾപ്പെടെ ഇപ്പൊ ന്യൂ ഇയർ ഒക്കെയാണ് വരുന്നത്. അപ്പൊ ഈ ന്യൂ ഇയറിനൊക്കെ നമ്മളിപ്പോ ഈ ഒരു ന്യൂ ഇയർ ആഘോഷിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകില്ല. നമ്മളെ വീട്ടിൽ തന്നെ നമ്മളെ ഫാമിലിയായിട്ട് ഇരുന്ന് ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാം. ഇപ്പൊ എത്രയോ നാളുകൾ പള്ളികളൊക്കെ അടച്ചിട്ടു. അപ്പൊ അതിലെല്ലാവർക്കും ഇപ്പൊ ക്രിസ്മസ് കഴിഞ്ഞു. അപ്പൊ എല്ലാം നമ്മൾ തന്നെ നമ്മളൊന്ന് ഒതുക്കുക. നമ്മളെ ഫാമിലിനെക്കാട്ടി നമ്മളെ വീട്ടിൽ തന്നെ ആഘോഷിക്കുക.
പുറത്തേക്കൊന്നും ഇറങ്ങാതെ. ഇപ്പൊ ഞാൻ എന്നോട് തന്നെ എന്റെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ എല്ലാവരും ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരുപാട് ഇപ്പൊ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഈ രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് തന്നെ രക്ഷപ്പെടാൻ പറ്റും. അത് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. ഗവൺമെന്റും ഹെൽത്തൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നു, പക്ഷെ പ്രവർത്തിക്കാൻ അതൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മളാണ്. അപ്പൊ നമ്മൾ തന്നെയാണ് ഈ രോഗത്തെ ഇല്ലാതാക്കേണ്ടത്. ശ്രീ സജാദ്, ഇവിടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു നിർത്തിയിടത്ത് നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കാരണം ഈ ഒട്ടേറെ തൊഴിൽ മേഖലയുമായി നിൽക്കുന്നവർ വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഏതാണ്ടൊന്ന് രക്ഷപ്പെട്ട് വരുന്ന ഒരു പടി കയറി വരുന്നതിനിടയ്ക്കാണ് ഇപ്പോൾ വീണ്ടും ഒരു ആശങ്ക വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതൊക്കെ മാറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും ഈ ഒരു നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അത്തരം ഒരു വലിയ വിഭാഗമാണ് ഏറ്റവും കൂടുതൽ വെല്ലുവിളി അവിടെ നേരിട്ടത്. പിന്നെ ലേബർ ക്യാമ്പിൽ കഴിയുന്നവരൊക്കെ ഒരു സംഘടനയുടെ ഒരു ചുമതലയിൽ നിൽക്കുന്ന വ്യക്തി എന്ന രീതിയിൽ സ്വാഭാവികമായിട്ടും ഇനിയും അത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് പോകേണ്ടി വന്നാൽ ഏതൊക്കെ രീതിയിലാണ് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്നത്? ഇവിടെ ഈ ഒരു അവസ്ഥ നേരത്തെ വന്നപ്പോൾ തന്നെ എല്ലാ ഓർഗനൈസേഷനും, അതായത് ഇന്ത്യൻ അസോസിയേഷൻ അടക്കമുള്ള എല്ലാ ഓർഗനൈസേഷനും സാമൂഹ്യ പ്രവർത്തകരും ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് പല ആളുകളും ആ പാനിക് സിറ്റുവേഷനിൽ നിന്ന്, ബുദ്ധിമുട്ടിൽ നിന്നും മാറിയത്. കാരണം ഫുഡ് കിറ്റ് അടക്കം അവരുടെ എല്ലാ കാര്യങ്ങളിലും, അവർക്ക് മരുന്നെത്തിക്കുന്നതടക്കമുള്ള എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടത് കൊണ്ടാണ് ആ ഒരു പട്ടിണിയോ അല്ലെങ്കിൽ മരുന്നില്ലാതെയോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള മരണങ്ങളൊന്നും ഇവിടെ റിപ്പോർട്ട് ചെയ്യാഞ്ഞത്. കാരണം അത്രയധികം ആളുകൾ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ മേഖല, ഈ കൺസ്ട്രക്ഷൻ മേഖല തൊട്ട് ട്രാവൽ ആൻഡ് ടൂറിസം, അതുപോലെ തന്നെ ഈ പറഞ്ഞ ലേബേഴ്സിന്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള മേഖല താറുമാറായെന്നുള്ളത് യാതൊരു തർക്കവുമില്ല. കാരണം ട്രാവൽസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ആളുകള്. ട്രാവൽസ് യാത്രകളില്ലല്ലോ, യാത്രകളോ ടിക്കറ്റ് എടുക്കാൻ ആളില്ല, അല്ലെങ്കിൽ എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന കുറെ പേരുടെ ജോലി പോയി, അങ്ങനെയുള്ള ആ ഒരു അവസ്ഥ അത് ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ ജോലി, ഇപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഈ കോവിഡ് ബാധിക്കാത്ത മേഖലകളിൽ പോലും ആളുകള് ബിസിനസ് ഉണ്ടായാലും ഇല്ലെങ്കിലും തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാത്തൊരവസ്ഥ ഉണ്ട്. അല്ലെങ്കിൽ 50%, അല്ലെങ്കിൽ 50% കൊടുക്കൂല, ശമ്പളം കൊടുക്കാതിരിക്കുക. അതിനൊരു കാരണം കോവിഡ്. അങ്ങനെയുള്ള ആളുകൾ ഒരുപാട്, അതെ അതെ, ഇതിന്റെ പേരിൽ മുതലെടുക്കുന്ന അത്തരം കുറെ ആൾക്കാരും ഉണ്ട് അല്ലേ? ഉണ്ട്. ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ നല്ല സമയത്ത് നമ്മളോട് ചേർന്ന് നിന്ന ഈ തൊഴിലാളികളെ, ഈ പാവപ്പെട്ടവരെ നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു സമയമാണ് എന്ന് അവര് കരുതി അവരെ കൂടി ഹെൽപ്പ് ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ വലിയ വലിയ വൻകിട സ്കൂളുകൾ നടത്തുന്ന ആളുകൾ, കുട്ടികൾക്ക് പഠിക്കാൻ, വിദ്യാഭ്യാസത്തിന് ഫീസ് കൊടുക്കാനോ മറ്റോ ശമ്പളം കിട്ടാതെ കഴിവില്ലാത്ത രക്ഷിതാക്കൾ, അവരൊക്കെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു സമയമാണ്. ഈ സമയത്തല്ലാതെ ഇനി ഏത് സമയത്താണ് നാം നമ്മുടെ ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇന്ത്യൻ അസോസിയേഷൻ പോലുള്ള സംഘടനകളെല്ലാം ഈ കാര്യങ്ങൾ ശരിക്കും ഇന്റർഫിയർ ചെയ്തിട്ടുണ്ട്. കാരണം സ്കൂളുകളുമായി സംസാരിക്കുകയും മാനേജ്മെന്റുമായി സംസാരിക്കുകയും, അസോസിയേഷൻസ്, സ്കൂളുകൾ നടത്തുന്ന അസോസിയേഷൻസ് ഉണ്ട്, അവരും കുറെയൊക്കെ ഹെൽപ്പ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒന്നും ഇവിടെ അധികം വരാതിരുന്നത്. ഭാവിയിലും ഇങ്ങനെയുള്ള ഏത് സിറ്റുവേഷനും പിന്നെ നമ്മൾ നേരിടാൻ സുസജ്ജരായിട്ട് തന്നെയാണ് ഇവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകരും അസോസിയേഷൻസ് എല്ലാം ഇരിക്കുന്നത്. എല്ലാവിധ രീതിയിലുള്ള ഹെൽപ്പുകളും, ഏത് രീതിയിലുള്ള ഹെൽപ്പാണ് വേണ്ടത് ആ രീതിയിലുള്ള ഹെൽപ്പ് അസോസിയേഷൻ ചെയ്തിരിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല, സംശയമില്ല. ശരി. ഡോക്ടർ സതീഷ് കൃഷ്ണ, ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ചതാണ് എങ്കിലും ഞാൻ കുറച്ചും കൂടി അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഈ ഒരു ബ്രിട്ടനിൽ ഇത് അല്ലെങ്കിൽ UK ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രീതി, അല്ലെങ്കിൽ ആ ഒരു എങ്ങനെയാണ് സ്വാഭാവികമായിട്ടും ഇതൊരു കണ്ടെത്തിയത്, അല്ലെങ്കിൽ ഈ ഒരു എന്തൊക്കെ വ്യതിയാനമാണ് ഈ ഒരു പുതിയ സ്ട്രെയിനിൽ ഉള്ളതായി അവർ റിപ്പോർട്ട് ചെയ്യുന്നത്? ഈ വാക്സിൻ അല്ല, ഈ മ്യൂട്ടന്റിലെ പ്രത്യേകത കണ്ടത് അതിന്റെ ഒരു സ്പൈക്ക് പ്രോട്ടീൻ എന്ന് പറയും. അതിന്റെ കവറിങ്ങിലുള്ള ഒരു പ്രോട്ടീനാണ് ഈ സ്പൈക്ക് പ്രോട്ടീൻ. അത് വെച്ചാണ് അത് നമ്മളുടെ ശരീരത്തിലെ സെൽസിലേക്ക് അള്ളിപ്പിടിക്കുന്നത്. അപ്പൊ ആ സ്പൈക്ക് പ്രോട്ടീനിലാണ് മാറ്റം വന്നിരിക്കുന്നത്. ആ സ്പൈക്ക് പ്രോട്ടീനിൽ ചെറിയൊരു മാറ്റം വന്നുകൊണ്ടാണ് ഇത്രയും വ്യാപകമായിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇപ്പൊ ഈ പറഞ്ഞു വരുന്നത്, ഇവരിത് കണ്ടുപിടിച്ചത് സെപ്റ്റംബറിൽ, റെട്രോസ്പെക്റ്റീവ്ലി നോക്കിയപ്പോൾ സെപ്റ്റംബറിലെ ഇവർക്ക് ഈ സ്ട്രെയിൻ ഉണ്ട്. അവർ ഡിസംബർ ഫസ്റ്റ് വീക്ക് ആയപ്പോഴത്തേക്ക് അവർക്ക് സംശയം തോന്നി. ഡിസംബർ 14 ആയപ്പോഴാണ് അവർ അനൗൺസ് ചെയ്തത് ടു ദ വേൾഡ്.
ഇങ്ങനെ ഒരു ഹൈലി കണ്ടേജിയസ് മ്യൂട്ടന്റ് സ്ട്രെയിൻ ആണ് ഇറങ്ങിയിരിക്കുന്നത്. ഈ വൈറസ് തന്നെ ഒരു 2000 ടൈംസ് മ്യൂട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓൾ ഓവർ ദ വേൾഡ് നോക്കിയാൽ there are at least 2000 strains of this virus present. പക്ഷെ ഇത് ഇത്രയും കണ്ടേജിയസ് ആയതുകൊണ്ടാണ് ഇത് ഈ ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത് ഈ സ്പൈക്ക് പ്രോട്ടീനിൽ. ഇതിലെ ഒരു പ്രശ്നം പറയുന്നത് വാക്സിൻ ഉണ്ടാക്കുന്ന സ്പെഷ്യലിസ്റ്റ് പറയുന്നത് മോസ്റ്റ് പ്രോബബ്ലി ഇപ്പോഴത്തെ വാക്സിൻ ഇതും കവർ ചെയ്യുമെന്നാണ്. പക്ഷെ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദി വൈറസ്. വൈറസിന് ജീവിച്ചു പോകണമെങ്കിൽ വൈറസ് may mutate again or find some other means to escape the vaccine. That is called escape phenomenon. അപ്പം വൈറസസ് എസ്കേപ്പ് ചെയ്ത് പോകുന്ന ഒരു പ്രവണതയിലൂടെ വരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ബിക്കോസ് ദാറ്റ് വുഡ് ബി ഡേഞ്ചറസ് സിറ്റുവേഷൻ. പിന്നെ അതിനായിട്ടൊരു വാക്സിൻ വേറെ കണ്ടുപിടിക്കേണ്ടി വരുമായിരിക്കും. ബട്ട് ആസ് ഓഫ് നൗ എല്ലാവരും പറയുന്ന ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഉള്ള വാക്സിൻസ് വിൽ കവർ ദിസ് മ്യൂട്ടന്റ് സ്ട്രെയിൻ എന്നാണ് പറയുന്നത്. നോക്കിയിരുന്ന് കാണേണ്ടി വരും. But we have outlived this for the last 10 months. We hope 2021 will usher in better news when the world takes up vaccination in a big way. Especially ഈ country, definitely vaccination has rolled on for 3 months now. മറ്റേ രണ്ടാമത്തെ വാക്സിനും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും the first quarter of the next year should bring in good hope. Let us all keep our optimistic hopes alive and we shall overcome എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്നാലും ഒരു സയന്റിസ്റ്റുകളുടെ ഒരു അസംഷനിൽ സ്വാഭാവികമായിട്ടും ഇതൊരു നിയന്ത്രണ വിധേയമാകാൻ, പൂർണ്ണമായും നിയന്ത്രണ വിധേയമാകാൻ ഒരു എത്ര കാലം എടുക്കും എന്നുള്ളതാണ്. ഈ സ്ട്രെയിനിന്റെ ഒരു ഗുണമുണ്ട്. ഈ സ്ട്രെയിൻ ഇത്രയും റാപ്പിഡായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി അതിലൊരു 60-70% പോപ്പുലേഷനിൽ നല്ല ആന്റിബോഡി വരും. അപ്പം അവര് ഓൾറെഡി ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സാധനം ഡെഫിനറ്റ്ലി ഇതിൽ വരും. അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ ഹൈലി കണ്ടേജിയസ് ഇത് മ്യൂട്ടന്റും ഉണ്ട്. ഡെഫിനറ്റ്ലി ഈ ദിസ് വൈറസ് ഇസ് നോട്ട് ഗോയിങ് ടു ഗോ അവേ എനിവേ. എത്ര എളുപ്പമൊന്നും ഇത് ഇറങ്ങി പോകാൻ പോകുന്നില്ല. പക്ഷെ യെസ്, ഇതിന്റെ തീവ്രത കുറയ്ക്കാൻ പറ്റുമായിരിക്കും. ഇത് ആദ്യം പറഞ്ഞ പോലെ ഒരു കോമൺ കോൾഡോ ഫ്ലൂ പോലായി മാറി ചിലപ്പം വന്നേക്കാം. ബിക്കോസ് ഹേർഡ് ഇമ്മ്യൂണിറ്റി വന്നു കഴിയുമ്പോഴത്തേക്കും അതിന്റെ സ്പ്രെഡ് മാറും. സ്പ്രെഡ് മാറുമ്പോഴത്തേക്കും സ്ട്രെയിൻ ഓൺ ദി ഹോസ്പിറ്റൽസ് കുറയും. സ്ട്രെയിൻ ഓൺ ദി ഹോസ്പിറ്റൽസ് കുറയുമ്പോഴത്തേക്കും ഒരു കോമൺ കോൾഡ് പോലെ ഇപ്പോഴും ഒരു 90% പീപ്പിൾ എസിംപ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന പോലെ അങ്ങ് പോവുമായിരിക്കും. ഡെഫിനറ്റ്ലി വൈറസ് വിൽ നോട്ട് ഗോ അവേ. ഏതെങ്കിലുമൊക്കെ കൺട്രീസിൽ പിന്നെയും പുതിയ സ്ട്രെയിൻസ് ആയിട്ടും പോക്കറ്റ്സ് ആയിട്ട് വരും. പക്ഷെ ഈ പാൻഡമിക് നേച്ചർ ഡെഫിനറ്റ്ലി ബൈ 2021 ഒരു 5-6 മാസത്തിനുള്ളിൽ ഹോപ്പ്ഫുള്ളി ഇറ്റ് ഷുഡ് ഗെറ്റ് കൺട്രോൾ. ഓക്കെ, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഡോക്ടർ എബി എബ്രഹാം, ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ് നേരത്തെ ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ജോലി ചെയ്യുന്നവരുടെ ഒരു കാര്യം, അവരെടുക്കുന്ന റിസ്ക്. ഇപ്പം താങ്കളെ പോലെയുള്ള ഈ ഒരു ഫിസീഷ്യൻസ് അല്ലെങ്കിൽ നഴ്സിംഗ് ഫീൽഡിലുള്ളവർ അവർ വലിയൊരു റിസ്ക്കാണ് എടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇനി എന്തൊക്കെ ഒരു കരുതലാണ് ഇതിൽ അഡീഷണൽ ആയിട്ട് എടുക്കേണ്ടത് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം? താങ്ക് യു. ഞാൻ ആക്ച്വലി ക്ലിനിക്കിൽ തന്നെയാണ് ഇപ്പോഴും. സോ ഐ എം സ്റ്റിൽ വർക്കിംഗ് ഇൻ ദി OPD. ഞങ്ങളുടെ ക്ലിനിക്ക് വർക്ക് സ്റ്റിൽ 11. അതും പോരാന്നാണ് ചില ആൾക്കാർ പറയുന്നത്. ബിക്കോസ് ഇവിടെ പേഷ്യൻസ് കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കും. അങ്ങയുടെ വിലപ്പെട്ട സമയം ഞാൻ എടുത്തതിൽ ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഡോർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. വേറെ ഡോക്ടർ ഉണ്ട് അപ്പുറത്ത്. എനിവേ, ഞാൻ പറഞ്ഞു വന്നത് ഹെൽത്ത് കെയർ സെക്ടർ ഇസ് സ്ട്രെയിൻഡ് because of this COVID thing, and the vaccine is a light at the end of the tunnel. അപ്പം ഒരു പ്രകാശം കാണുന്നുണ്ട്. The vaccine is giving hope to people, giving psychological strength to people. ഇത് എടുക്കുന്ന ആൾക്കാരിലെ മിസ്റ്റർ സജ്ജാദ് പറഞ്ഞ പോലെ ഇത് എടുത്തിട്ട് എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാമെന്ന് പറയുന്ന പോലെ തന്നെ ഇത് എടുക്കുന്നവർക്ക് ഒരു ആത്മവിശ്വാസവും ഒരു ധൈര്യവും ഒക്കെ തരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം അതൊരു നമ്മുടെ പഴയ ജീവിതത്തിലോട്ട് തിരിച്ചു പോകുന്ന ഒരു 1 step at a time എന്നുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ വാക്സിൻ എടുത്തു. സോ വി ആർ നൗ സ്ട്രോങ്ങർ ദാൻ ബിഫോർ. ബിക്കോസ്
പല അസുഖങ്ങളിലും മെന്റൽ സ്ട്രെങ്ത് മേക്സ് എ ബിഗ് ഡിഫറൻസ്. ഇഫ് യു ആർ സ്ട്രോങ് മെന്റലി ആൻഡ് യു സേ ആൻഡ് യു പോസിറ്റീവ്, നമ്മൾ പോസിറ്റീവായിട്ട് ഒരു കാര്യത്തെ നേടാൻ ഒത്തിരി അസുഖങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് കുറയും. അപ്പം ഹെൽത്ത് കെയർ സെക്ടർ ഇസ് സ്ട്രെയിൻഡ് ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് പേഷ്യൻസ് ഹു കം. ഞങ്ങളുടെ ക്ലിനിക്ക് കോവിഡ് ടെസ്റ്റിംഗ് സെന്ററൂടാ. അപ്പം ഇവിടെ ദിവസവും പേഷ്യൻസ് വരും. അവര് അറിയാതാണ് വരുന്നത്. 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം കഴിഞ്ഞാണ് അറിയുന്നത് പോസിറ്റീവ് ആണെന്ന്. അവരവിടെ വന്ന് ഇരുന്ന് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇൻവേരിയബിളി കുറച്ച് പേരെയൊക്കെ കാണുകയും മുട്ടുകയും തട്ടുകയും ഒക്കെ ചെയ്യും. സോ എത്ര നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് നോക്കിയാലും ഇൻവേരിയബിളി വി ആർ ഓൾ ബ്രീതിങ് ദ സെയിം എയർ. സോ ഇറ്റ് ഈസ് പ്രെഡിക്റ്റ്. ഈ ഹെൽത്ത് കെയർ സെക്ടറിന് ഈ വാക്സിനേഷൻ ഈ ഗവൺമെന്റ് കൊടുക്കുന്നത് തന്നെ ഒരു വലിയൊരു പോസിറ്റീവ് സ്റ്റെപ്പാണ്. ദ ഗവൺമെന്റ് ഇസ് വെരി സപ്പോർട്ടീവ് ഹിയർ. ഹെൽത്ത് കെയർ സെക്ടറിന് സ്പെഷ്യൽ പ്രിവിലേജസ് ഒത്തിരി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തന്നെ സം സോർട്ട് ഓഫ് എൻകറേജ്മെന്റ് ടു ഹോൾഡ് ഓൺ, ബിക്കോസ് ദ ജോബ് ഈസ് ഡിഫിക്കൾട്ട്. നമ്മൾ ഹൈ റിസ്ക് ജോബാണ്. എല്ലാ ദിവസവും നമ്മൾ പേഷ്യൻസിനെ കാണും. നേരിട്ട് ഞാൻ തന്നെ പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്, കോവിഡ് പേഷ്യൻസ്. അപ്പം വി ഹാവ് ടു ഫേസ് ഇറ്റ്. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വി ഹാവ് ടു ഗോ ബാക്ക് ഹോം ആൻഡ് വി ഹാവ് ഫാമിലീസ്. വീട്ടിലും ഇത് പടരാൻ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് health care sector, the people need to take a little extra precautions to keep themselves clean. നമ്മൾ ഈ എല്ലാവരോടും പറയും ഹാൻഡ് വാഷ് ചെയ്യണം, സാനിറ്റൈസ് ചെയ്യണം, ഗ്ലൗസ് ഇടണം, മാസ്ക് ഇടണം. നമ്മൾ തന്നെ അത് എക്സ്ട്രാ വിജിലന്റ് ആയിട്ട് ചെയ്യണം. ഞങ്ങൾ തന്നെ യൂണിഫോം ഒക്കെ മാറ്റി. വി യൂസ് ടു വെയർ നോർമൽ ക്ലോത്ത്സ്. ഈ കോഡ് വന്ന പിന്നെ വി സ്റ്റാർട്ടഡ് വെയറിംഗ് സ്ക്രബ് സൂട്ട്സ്. ഈ സ്ക്രബ് സൂട്ട്സ് ഇവിടെ ഇട്ടിട്ട് പോവാ, സോ ദാറ്റ് വി ക്യാൻ വാഷ് ഇറ്റ് ബെറ്റർ. ആൻഡ് വി ടേക്ക് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. നമ്മളും ഇങ്ങനെ ഈ വൈറസിനെ എങ്ങനെ തോൽപ്പിക്കാവുന്ന പഠിച്ച് വരുക. അപ്പം ഇനിയിപ്പോൾ ഈ ഒരു കാലം കഴിഞ്ഞാലും ഒരുപക്ഷെ PPE കിറ്റൊക്കെ ഒരു മെഡിക്കൽ പ്രൊഫഷന്റെ ഒരു ഭാഗം തന്നെയായി മാറുമായിരിക്കും അല്ലേ? മിക്കവാറും നാട്ടിലോട്ടൊക്കെ പോകുന്നവരൊക്കെ PPE കിറ്റും കൊണ്ടാണല്ലോ ഇപ്പോഴേ പോകുന്നത്. PPE കിറ്റും കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പം PPE കിറ്റും ഇങ്ങനത്തെ സ്ക്രബ് സൂട്ടും ഒക്കെ ഇറ്റ്സ് ഗോയിങ് ടു ബി പാർട്ട് ഓഫ്. ഡോക്ടർ സതീഷ് പറഞ്ഞാൽ ഈ വൈറസ് അങ്ങനെ ഇങ്ങനെയൊന്നും പോകുന്നില്ല, അതിന്റെ തീവ്രതയൊന്ന് കുറയും, അതൊരു ഫ്ലൂ ആയിട്ടൊക്കെ അങ്ങ് മാറുമെന്നാണ് എനിക്കും തോന്നുന്നത്. അത് പെട്ടെന്ന് ഇറ്റ് വിൽ നോട്ട് ഡിസപ്പിയർ ഓവർനൈറ്റ്. വി ക്യാൻ മേക്ക് ഇറ്റ് ലെസ് സിവിയർ ആൻഡ് ലെസ് കോംപ്ലിക്കേറ്റഡ് by our efforts, by your efforts, by our collective efforts. It's a team game. നമ്മളെ ഒരാൾ ഇതിനകത്ത് തന്നെ കളിച്ചാൽ ശരിയാവില്ല. എല്ലാവരും കൂടെ കളിച്ച് we have to win, and hopefully 2021 will be a better year for all of us. And let's go positive. Let's stay positive. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇക്കാര്യത്തിൽ ഡോക്ടർ സതീഷ് കൃഷ്ണയ്ക്കും ചില കാര്യങ്ങൾ പിൻ ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം ഒരു നേരിട്ട ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. പ്രത്യേകിച്ച് നിങ്ങൾ ഡോക്ടർമാർ അത്രയേറെ ആദരവോടുകൂടി നമ്മളെല്ലാവരും കാണുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒരു കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അത്രമാത്രം വർക്ക് ലോഡ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം കാരണം അതുവരെ ഇല്ലാതിരുന്ന ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത്രയേറെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവേണ്ടി വരും. ഒരു സാധാരണ ചെയ്യുന്ന പോലെ ഒരു സമയം നോക്കി അല്ലെങ്കിൽ ആ ഷിഫ്റ്റ് സമയത്ത് ജോലി ചെയ്യുന്നതോ അതൊക്കെ മാറി മറിഞ്ഞ ഒരു ഘട്ടത്തിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. അപ്പോൾ ഡോക്ടർ സതീഷ് കൃഷ്ണ, അങ്ങയുടെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു ഈ ഒരു കോവിഡുമായിട്ടുള്ള ഈ ഒരു പ്രൊഫഷൻ്റെ ഭാഗമായിട്ട്? went through a lot of stressful trying times. ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു അന്ത്യം കണ്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഒരു നോർമലായിട്ട് ഒരു സർജറിക്ക് 3-4 മണിക്കൂർ എടുക്കുന്നുണ്ടെങ്കിൽ ഈ PPE കിറ്റും ഒക്കെ കയറ്റി ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ കോൺസെൻട്രേഷൻ ബുദ്ധിമുട്ടും. ഞങ്ങളുടെ പ്രവർത്തന ഇതില് 2 കൈയും 2 കാലും ഉപയോഗിക്കുന്നതാണ് സർജറിയിൽ. പെഡൽസ് കാലിലാണ്. അപ്പൊ അതിന്റെ പുറത്ത് ഈ ബൂട്ട്സും പിന്നെ പ്ലാസ്റ്റിക് ഷീറ്റും വൈസറും പിന്നെ മൈക്രോസ്കോപ്പും കൂടെ വെക്കാൻ പോകുമ്പോഴത്തേക്കും ഇറ്റ് ബിക്കംസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ടു വർക്ക്. പിന്നെ വരുന്ന പേഷ്യന്റ് കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ട് എമർജൻസി വരുന്ന പേഷ്യന്റ് കോവിഡ് റിസൾട്ട് അറിയുന്നത് 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അപ്പം അത് ഫുൾ പ്രൊട്ടക്ഷനിൽ തന്നെ സർജറി ചെയ്യണം. അത് നമുക്ക് മാത്രമല്ല, കൂടെ വർക്ക് ചെയ്യുന്ന നഴ്സസിനും തിയേറ്ററിൽ നിൽക്കുന്ന സ്റ്റാഫിനും എല്ലാവർക്കും ബാധകമാണ്. സോ ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടുള്ള കണ്ടീഷൻസിൽ കൂടെ തന്നെയാണ് ഈ പോകുന്നത്. പഴയ പോലെ പേഷ്യൻസിനെ എക്സാമിൻ ഫ്രീലി ചെയ്യാൻ പറ്റൂല ഇമ്മീഡിയറ്റ്ലി. അതിനൊരു കരുതലോടുകൂടി എക്സാമിൻ ചെയ്യണം. അപ്പം ദീസ് ആർ ഓൾ ചാലഞ്ചസ് വിച്ച് യു ആർ കണ്ടിന്യൂയിങ് ടു കോപ്പ് അപ്പ് വിത്ത്. ഈ അസുഖത്തില് ഒരു
കൺട്രോൾ വേണമെന്ന് പറയുന്നത് ഹെൽത്ത് കെയർ വർക്കേഴ്സും ഫ്രണ്ട് ലൈൻ വർക്കേഴ്സുമാണ്. ബിക്കോസ് അവരാണ് കണ്ടിന്യൂസ്ലി എക്സ്പോസ്ഡ് ആകുന്നത്. അവരും അവരുടെ ഫാമിലിയുമാണ് കണ്ടിന്യൂസ്ലി എക്സ്പോസ്ഡ് ആകുന്നത്. സോ ഡെഫിനറ്റ്ലി നമ്മളുടെ എല്ലാവരുടെയും സോഷ്യൽ ഒബ്ലിഗേഷൻ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് ഈ അസുഖത്തിനെ ഒന്ന് കുറയ്ക്കുക എന്ന് പറയുന്നത്. ബിക്കോസ് ഈ മെഷീൻസിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം, കൺസ്യൂമബിൾസ് തിരിച്ചു വരുത്താം, പക്ഷെ ഒരു ഹെൽത്ത് കെയർ വർക്കറിനെ അങ്ങനെ പെട്ടെന്നൊന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ആ ഹെൽത്ത് കെയർ വർക്കർ വർക്ക് ചെയ്യുന്ന ഈ 10 മാസം കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്നത് വിതൗട്ട് മച്ച് ബ്രേക്ക്, വിതൗട്ട് കണ്ടിന്യൂസ്ലി അണ്ടർ സ്ട്രെസ്ഫുൾ കണ്ടീഷൻസ്. ഹോസ്പിറ്റൽസ് ഒക്കെ ഫോർ ഡോക്ടേഴ്സ്, നഴ്സസ് ആൻഡ് അതർ പീപ്പിൾ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ ഒരു പ്രൊഫഷണൽ മേഖലയാണ്. ദർ യു വർക്ക് ഫ്രീലി ബേസിക്കലി. അവിടെ തന്നെ നമുക്ക് തന്നെ പേടിയാണ് വർക്ക് ചെയ്യാനെങ്കിൽ. then obviously the stress is very very high on us. നമ്മൾ സോഷ്യലായിട്ട് ടീമായിട്ട് നടക്കാറില്ല. ടീമായിട്ട് എവിടെയെങ്കിലും പേഷ്യന്റിനെ കാണുക, ഓപ്പറേഷൻ കഴിയുക, ഒറ്റയ്ക്കൊരു മുറിയിൽ ഇരിക്കുക. ദിസ് ഓൾ ബിക്കംസ് വെരി വെരി ഡിഫിക്കൾട്ട് ടു വർക്ക് ഇൻ സച്ച് എ അറ്റ്മോസ്ഫിയർ. അതുകൊണ്ട് my message to the world is that at least for God's sake, for the patient, for the healthcare workers' sake, ഇതിനെ ഒരു തടവിടേണ്ട അത്യാവശ്യമാണ്. ദേ നീഡ് എ ബ്രേക്ക്. അല്ലെങ്കിൽ ഒരു ബ്രേക്ക് പോയിന്റ് വരും. ബ്രേക്ക് പോയിന്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി കുറെ പേർക്കൊക്കെ ബ്രേക്ക് പോയിന്റ് വന്നു കഴിഞ്ഞു. ദാറ്റ് വി ജസ്റ്റ് ഡോണ്ട് കെയർ ദാറ്റ് എന്തെങ്കിലും ഇതങ്ങ് നിർത്തിയാൽ മതി എന്നുള്ളൊരു കുറെ പേരുടെ ഒരു ഫീലിങ്സ് ആണ്. ഈ ജോലിയിൽ എന്തിനു വന്നു എന്ന് വരെ തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസ്ഥയിൽ വന്നിരിക്കുകയാണ്. So, but we are hopeful with all these vaccines being rolled out all over the world. Definitely, things look brighter. Things would get better, and we pray to God that we are all safe and healthy. We shall still overcome. ശരി, എന്നാലും പെട്ടെന്ന് ഞാൻ ഒരു ചോദ്യം കൂടെ അങ്ങോട്ട് ചോദിക്കുകയാണ്. എത്രമാത്രം അഡ്വാൻസ്ഡ് ആണ് UAE ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇക്കാര്യത്തിൽ? UAE has done exceptionally well. അതിന് യാതൊരു സംശയമില്ല. ഒരു കഴിഞ്ഞ ഒരു ടോക്കിന് വന്നപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു, അന്ന് എക്സ്ട്രീംലി പാനിക് സിറ്റുവേഷൻ ആയിരുന്നു, എല്ലാവരും ഓടേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അന്നും ഞാൻ പറഞ്ഞിരുന്നു ഈ കൺട്രി ചെയ്ത പോലെ വേറെ ഒരു കൺട്രിയും ചെയ്തു കാണത്തില്ല. എല്ലാ പേഷ്യൻസിനെയും ബെഡില്ലെങ്കിൽ ഹെലികോപ്റ്റർ വരെ വെച്ചിട്ട് ഏതെങ്കിലും ICUയിൽ മാറ്റുന്നു. ഇപ്പോഴും എക്മോയിൽ കിടക്കുന്ന പേഷ്യൻസ് ഉണ്ട്. എല്ലാവർക്കും നിയർലി ഫ്രീ ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇപ്പം വാക്സിൻ വരെ റോൾ ഔട്ട് ചെയ്തിരിക്കുന്ന ഫ്രീ ആയിട്ടാണ്. UAE ആ കാര്യത്തിൽ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. ആൻഡ് UAE കൺട്രിയുടെ റൂളേഴ്സിന്റെയും ഗവൺമെന്റിന്റെയും പീപ്പിളുടെയും ജനറോസിറ്റി ആൻഡ് ഹ്യൂമെയിൻ ഫാക്ടർ ഒരു സ്റ്റെല്ലാർ ഫോമിൽ വന്നിരിക്കുന്ന ഈ കോവിഡിലാണ്. ആ കൺട്രിയുടെ ഒരു ആ റിച്ച്നെസ് ആൻഡ് കൺട്രിയുടെ ഉദാര മനസ്സ് ഈ ഒരു ഘട്ടത്തിൽ, ഈ ഒരു കൊല്ലത്തിലാണ് കാണാൻ സാധിച്ചത്. ബിക്കോസ് വെൻ യു കമ്പയർ ടു പാർട്സ് ഓഫ് ദ വേൾഡ്, എല്ലാ ലോകത്തും നോക്കിയാലും ഈ കൺട്രിയിൽ പറഞ്ഞ പോലെ മോർ ദാൻ 190 നാഷണാലിറ്റീസ് ഉണ്ട്. ഒരു ഭേദവാദം ഇല്ലാതെ ഒരേപോലെ ചികിത്സിക്കുന്ന ഒരു കൺട്രിയാണ്. So we are very privileged and honored to be working here for. ശരി, എന്തായാലും ഹാറ്റ്സ് ഓഫ്. പെട്ടെന്ന് ഞാൻ ശ്രീ നസീറിലേക്ക് കൂടെ പോകുന്നു. ശ്രീ നസീർ, താങ്കൾ കോവിഡിനെ വിജയകരമായി അതിജീവിച്ച് വന്ന ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും താങ്കൾക്ക് ഇപ്പോൾ എന്താണ്, അതായത് ഒരു സമൂഹത്തോട് പറയാനുള്ളത് വളരെ കുറച്ച് വാക്കുകളിൽ? അല്ല, ഈ പറഞ്ഞ പോലെ നമ്മൾ പറയാനുള്ളത് തന്നെ, നമ്മൾ സൂക്ഷിക്കുക. ഗവൺമെന്റ് ഒക്കെ നമ്മളെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നല്ലോണം നമ്മളെ തന്നെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലേറ്റ് എല്ലാവിധ സപ്പോർട്ടും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ സമീപിക്കുക. എല്ലാ അസോസിയേഷനുകളും, ഈ പറഞ്ഞ പോലെ ഇവിടെയുള്ള UAE എല്ലാ അസോസിയേഷനും എല്ലാം കമ്മ്യൂണിറ്റിയും നമുക്ക് സപ്പോർട്ടാണ്. ആരും ഇതിനൊരു രീതിയിലുള്ള ഒരു ടെൻഷൻ കൊടുക്കരുത്. ഗവൺമെന്റ് എന്താണോ പറയുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ന്യൂ ഇയർ ഒക്കെ വരുന്നത് വീട്ടിൽ തന്നെ ആഘോഷിക്കുക. ഒരു രീതിയിലുള്ള ഒരു ടെൻഷൻ അടിക്കേണ്ട, ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. ഇനിയും ഒരു കോവിഡോ അല്ലെങ്കിൽ അതിനപ്പുറം വന്നാൽ നമ്മൾ അതിജീവിക്കും. അതിന് നമ്മുടെ കൂടെ തന്നെ UAE ഗവൺമെന്റും മറ്റുള്ള എല്ലാവരും. ശരി, ഈ ഒരു ആത്മവിശ്വാസമാണ്, ഈ ഒരു പ്രതീക്ഷയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഒരു സന്ദേശം തന്നെ ഈ ഒരു രാത്രിയിൽ, ഈ ഒരു ചർച്ചയിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നു. എന്തായാലും പ്രവാസികൾ പറയട്ടെ ഇവിടെ അവസാനിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും ഒപ്പം പ്രേക്ഷകർക്കും നന്ദി, നമസ്തേ.